Okay, now let me discuss in the 6th semester OT and DT Environment and Ecology Unit 1 are discussing. Question number 1. Environment is defined as another biotic and abiotic living, non-living random another environment vary. Answer B ആണ്. Biotic means living ആണ്, plants and animals ആണ്. Answer C ആണ്. Abiotic means non-living ആണ്. ഇതിനകത്ത് ആൻസർ വരുന്നത് D ആണ്. Soil and water. Ecology is a study of. Ecology means environment study ആണ്. Organisms and environment തമ്മിലുള്ള ബന്ധത്തിനെ സ്റ്റഡി ചെയ്യുന്നത്. റിലേഷൻ അല്ലെങ്കിൽ ഇന്ററാക്ഷൻ ബിറ്റ്വീൻ organism and environment. Answer B ആണ്. Ecosystem consists of രണ്ടുമുണ്ട്, ലിവിങ് നോൺ ലിവിങ്, ബയോട്ടിക് എബയോട്ടിക്കും രണ്ടുമുണ്ട്. ആൻസർ ബി സി ആണ്. ഫുഡ് ചെയിൻ വെച്ചാൽ എന്താണ്? ഫുഡ് ചെയിൻ മീൻസ് എനർജി ട്രാൻസ്ഫർ ഫ്രം വൺ ഓർഗാനിസം ടു അനദർ ആണ്. ഫുഡ് കഴിക്കാനുള്ള എനർജി വരുന്നത്, ആ എനർജിയുടെ ട്രാൻസ്ഫർ ഒന്നിന് അടുത്തിലേക്ക് പോകുന്നതാണ് ഫുഡ് ചെയിൻ എന്ന് പറയുന്നത്. ആൻസർ എ ആണ്, എനർജി ഫ്ലോ. ഫുഡ് വെബ് പലതരത്തിലുള്ള ഫുഡ് ചെയിൻ ഉണ്ടാവും, പല ഓർഗാനിസത്തിനിടയിൽ പല കണക്ഷൻസ് ഉണ്ടാവും, പലതരത്തിലുള്ള ഫുഡ് ചെയിൻസ് ഉണ്ടാവും. അപ്പോൾ ആ ഫുഡ് ചെയിൻസെല്ലാം തമ്മിൽ കണക്ട് ചെയ്ത് അതാണ് ഫുഡ് വെബ് എന്ന് പറയുന്നത്. ആൻസർ ബി ആണ്, നെറ്റ്വർക്ക് ഓഫ് ഫുഡ് ചെയിൻസ്. പ്രൊഡ്യൂസേഴ്സ് ആണ്. ഫുഡ് പ്രൊഡ്യൂസ് ചെയ്യുന്ന ആരാണ്? ഫുഡ് പ്രൊഡ്യൂസ് ചെയ്യുന്നത് പ്ലാന്റ്സ് ആണ്. ഫുഡ് കൺസ്യൂം ചെയ്ത അനിമൽസും ഹ്യൂമൻസും ആണ്. അപ്പോൾ ആൻസർ ബി ആണ്, പ്ലാന്റ്സ്. അവരവരുടെ ആഹാരം സ്വന്തമായിട്ട് പ്രൊഡ്യൂസ് ചെയ്യുകയാണ്. കൺസ്യൂമേഴ്സ് ആർ ആനിമൽസ്. അനിമൽസ് പ്ലാന്റ്സിനെ ഡിപ്പെൻഡ് ചെയ്തോ വേറെ അനിമൽസ് ഡിപ്പെൻഡ് ചെയ്താണ് ജീവിക്കുന്നത്. അപ്പോൾ കൺസ്യൂമേഴ്സ് ആനിമൽസ് ആണ്. ഡീകമ്പോസ് ആരാണ്? ഇത് ഫുഡ് ഇതെല്ലാം ബ്രേക്ക് ചെയ്ത് ഡെഡ് ആയിട്ടുള്ള എല്ലാം ബ്രേക്ക് ചെയ്ത് വീണ്ടും അതിൻ്റെ അറ്റ്മോസ്ഫിയറിൽ തിരിച്ചതിനെ കൊടുക്കുന്നതിനാണ് ഡീകമ്പോസിങ് എന്ന് പറയുന്നത്. അപ്പോൾ ഡീകമ്പോസിൽ ആരാണ്? ആൻസർ ബാക്ടീരിയയാണ്. പ്രൈമറി കൺസ്യൂമേഴ്സ്, ഫുഡ് ആദ്യം കൺസ്യൂം ചെയ്യുന്ന ആരാണ്? അത് പ്ലാന്റ്സിനെ കഴിക്കുന്നവരാണ് ഫുഡ് കൺസ്യൂമേഴ്സ്. പ്രൈമറി കൺസ്യൂമർ ബി ആണ്, ഹെർബിവോർസ്. സെക്കൻഡറി കൺസ്യൂമേഴ്സ് ഈ പ്ലാന്റ്സിനെ കഴിക്കുന്നവരാണ് കാർണിവോർസ് എന്ന് പറയുന്നത്. അപ്പോൾ ആനിമൽസ് ആണ്. പ്രൈമറി കൺസ്യൂമേഴ്സ് പ്ലാന്റ്സിനെ കഴിക്കുന്നവരും, സെക്കൻഡറി കൺസ്യൂമേഴ്സ് ആനിമൽസിനെ കഴിക്കുന്നവരും. അപ്പോൾ ആൻസർ സി ആണ്, കാർണിവോർസ്. എനർജി സോഴ്സ് എന്താണ്? മെയിൻ സോഴ്സ് സൺ തന്നെയാണ്. ആൻസർ ബി ആണ്. ഹാബിറ്റാറ്റ് എന്ന് വെച്ചാൽ നാച്ചുറലായിട്ട് ഒരു ഓർഗാനിസം, ഒരു ജീവികൾ നാച്ചുറലായിട്ട് എവിടെയാണ് താമസിക്കുന്നത് അതിനാണ് ഹാബിറ്റാറ്റ് എന്ന് പറയുന്നത്. അപ്പോൾ ബി ആണ് ആൻസർ. നിഷ് ഈസ് എ പ്ലേസ്. നിഷ് എന്ന് വെച്ചാൽ നിഷ് ഈസ് എ പ്ലേസ്, റോൾ, ഫുഡ്, എയർ എന്നനുസരിച്ച് ഒരു റോൾ, ഒരു ഓർഗാനിസത്തിൻ്റെ ഫംഗ്ഷൻ എന്താണ് ഒരു എക്കോസിസ്റ്റത്തിൽ, അതിനെ നിഷ് എന്ന് പറയുന്നത്. ആൻസർ ബി ആണ്. പോപ്പുലേഷൻ എന്താണ്? ഒരു ടൈപ്പ് ഓഫ് സ്പീഷീസിൻ്റെ ഗ്രൂപ്പിനെയാണ് പോപ്പുലേഷൻ എന്ന് പറയുന്നത്. അപ്പോൾ സെയിം സ്പീഷീസ് ഗ്രൂപ്പ്. ആൻസർ ബി ആണ്. കമ്മ്യൂണിറ്റി മീൻസ് മെനി സ്പീഷീസ് ചേർന്നിട്ടാണ് കമ്മ്യൂണിറ്റി, മെനി പോപ്പുലേഷൻ ചേർന്നിട്ടാണ് കമ്മ്യൂണിറ്റി ഉണ്ടാകുന്നത്. അപ്പോൾ അതിനകത്ത് പലതരത്തിലുള്ള സ്പീഷീസ് ഉണ്ടാവും. ആൻസർ ബി ആണ്. ബയോസ്ഫിയർ മീൻസ് എല്ലാ എക്കോസിസ്റ്റമും ചേരുമ്പോൾ ഉണ്ടാകുന്നതാണ് ബയോസ്ഫിയർ എന്ന് പറയുന്നത്. ആൻസർ സി ആണ്, ഓൾ എക്കോസിസ്റ്റംസ്. റിന്യൂവബിൾ സോഴ്സ് എന്ന് വീണ്ടും നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുന്ന റിസോഴ്സാണ്. അപ്പോൾ ആൻസർ ബി ആണ്, സോളാറാണ്. ഇപ്പോൾ റീപ്ലെനിഷബിൾ ആണ്, വീണ്ടും നമുക്ക് സപ്ലൈ കുറയാതെ കിട്ടിക്കൊണ്ടിരിക്കുന്ന ഒരു സോഴ്സാണ്. ആൻസർ ബി ആണ്, സോളാർ. നോൺ റിന്യൂവബിൾ മീൻസ് നമുക്കത് വീണ്ടും യൂസ് ചെയ്യാൻ പറ്റത്തില്ല, ലിമിറ്റഡ് ആണ്. നമുക്ക് ഒരു സപ്ലൈ ഒരു ലിമിറ്റ് വരെ കിട്ടുള്ളൂ, അത് കഴിഞ്ഞാൽ തീർന്നു പോകും. അപ്പോൾ ആൻസർ സി ആണ്, കോൾ. പൊല്യൂഷൻ എഫക്ട്സ്. പൊല്യൂഷൻ എന്തിനെ ബാധിക്കുന്നു? പ്ലാന്റ്സ്, അനിമൽസ്, ഹ്യൂമൻസ്, ഓൾ. ആൻസർ ഡി ആണ്, എല്ലാവരും എഫക്ട് ചെയ്യും. ഡീഫോറസ്റ്റേഷൻ പ്രോസസ്. ഡീഫോറസ്റ്റ് മീൻസ് ഫോറസ്റ്റ് അല്ലെങ്കിൽ മരങ്ങൾ വെട്ടിക്കഴിഞ്ഞാൽ എന്ത് പറ്റും? ആൻസർ ബി ആണ്, സോയിൽ ഇറോഷൻ. ഗ്ലോബൽ വാർമിംഗ് മീൻസ് കാർബൺ ഡയോക്സൈഡ് ഇൻക്രീസ് ചെയ്യുന്നതാണ് ഗ്ലോബൽ വാർമിംഗ് എന്ന് പറയുന്നത്. അപ്പോൾ ഗ്രീൻ ഹൗസ് ഗ്യാസ് ആണത്. അപ്പോൾ അത് കാരണം ഹീറ്റ്
പിടിച്ചു നിർത്തും, ഭൂമിയിൽ തിരിച്ചു പോകും. ഭൂമിയിൽ ഹീറ്റ് കുറയത്തില്ല. അപ്പോൾ ഹീറ്റ് കൂടുമ്പോൾ അതിനെ ഗ്ലോബൽ വാർമിംഗ് എന്ന് പറയും. അതിൽ കാർബൺ ഡൈ ഓക്സൈഡ് ഗ്രീൻ ഹൗസ് ഗ്യാസാണ്. ആൻസർ ബി ആണ്. വാട്ടർ പൊല്യൂഷൻ എന്തിനെ ബാധിക്കുന്നത്? എല്ലാത്തിനും ബാധിക്കും. എൻ്റയർ എക്കോസിസ്റ്റത്തെ ബാധിക്കും. ആൻസർ ബി ആണ്. സസ്റ്റൈനബിൾ ഡെവലപ്മെന്റ് മീൻസ് വീണ്ടും കണ്ടിന്യൂസ് ആയിട്ട് ചെയ്യാൻ പറ്റുന്ന ഡെവലപ്മെന്റ് ആണ്. കണ്ടിന്യൂസ് ആയിട്ട് ഇംപ്രൂവ് ചെയ്ത് മുമ്പോട്ട് പോകാൻ പറ്റുന്ന ഡെവലപ്മെന്റ് ആണ് സസ്റ്റൈനബിൾ ഡെവലപ്മെന്റ്. ഫ്യൂച്ചറിലേക്ക് അത് നല്ലതാണ്. ആൻസർ ബി ആണ്. ഫ്യൂച്ചർ സേഫ്റ്റി ആണ്. എക്കോളജി വേഴ്സസ് എക്കോസിസ്റ്റം എന്താണ് വ്യത്യാസം? എക്കോസിസ്റ്റത്തിന് സ്റ്റഡി ചെയ്യുന്നതാണ് എക്കോളജി എന്ന് പറയുന്നത്. എക്കോസിസ്റ്റം എന്ന് പറയുന്നത് ആ സിസ്റ്റം മീൻസ് ആനിമൽസും പ്ലാന്റ്സും ബാക്കി എല്ലാവരും തമ്മിൽ ഇൻട്രാക്ട് ചെയ്യുന്ന സിസ്റ്റത്തിന് എക്കോസിസ്റ്റം എന്ന് പറയുന്നത്. അതിനെ സ്റ്റഡി ചെയ്യുന്നതിന് എക്കോളജി എന്ന് പറയും. അപ്പോൾ ആൻസർ ബി ആണ്. 10% ലോ എന്താണ്? 10% ലോ എന്ന് വെച്ചാൽ എനർജി ട്രാൻസ്ഫർ ലോ ആണ്. എനർജി ട്രാൻസ്ഫർ എങ്ങനെയാണ് വന്നത്? എനർജി ഡിഫറെൻറ്റ് ട്രോഫിക് ലെവൽസ് ഉണ്ട്. ഇപ്പോൾ പ്ലാന്റ്സ് ഒരു ട്രോഫിക് ലെവലാണ്. പ്രൈമറി പ്ലാന്റ്സിനെ കൺസ്യൂം ചെയ്യുന്ന ആനിമൽസ് ഹെർബിവോഴ്സ് ആണ്. ഈ ഹെർബിവോഴ്സിനെ കൺസ്യൂം ചെയ്യുന്നതിന് കാർണിവോഴ്സ് എന്ന് പറയും. അതിൽ ഏറ്റവും ടോപ്പിൽ നിൽക്കുന്നത് പ്രിഡേറ്റേഴ്സ് എന്ന് പറയും. അപ്പം പലതരത്തിലെ ഓർഗാനിസംസ് ഉണ്ട്. അപ്പം ഇതിൻ്റെ ഇടയിലുള്ള എനർജി ട്രാൻസ്ഫർ എന്ന് പറയുന്നതാണ് എത്ര ശതമാനമാണ് ചോദിക്കുന്നത്. അപ്പോൾ ആൻസർ 10% ആണ് എനർജി ട്രാൻസ്ഫർ ആയി വരുന്നത്. ബാക്കിയെല്ലാം ഹീറ്റായിട്ടും റെസ്പിറേഷനും മൂവ്മെൻറ്റും പല ആക്ടിവിറ്റീസ് ചെയ്തിട്ടും അത് വേസ്റ്റായി പോകും, അല്ലെങ്കിൽ യൂസ് ചെയ്ത് പോകും. ഒരു 10% മാത്രമേ ട്രാൻസ്ഫർ ആവുള്ളൂ. അപ്പം എനർജി ട്രാൻസ്ഫർ ഇൻ ആൻ എക്കോസിസ്റ്റം ത്രൂ ഡിഫറെൻറ്റ് ട്രോഫിക് ലെവൽസ് ആണ് ആൻസർ എ ആണ്. 10% ലോ. ട്രോഫിക് ലെവൽ എന്ന് പറയുമ്പോൾ ഫീഡിങ് ലെവലാണ്. ഒരു ഫുഡ് ചെയിൻ്റെ ഫീഡിങ് ലെവലിൽ പലതരത്തിലെ ഓർഗാനിസംസ് ഉണ്ട്. ചെടികളെ കഴിക്കുന്ന ജീവികളുണ്ട്. ആ ജീവികളെ കഴിക്കുന്ന വേറെ കാർണിവേഴ്സ് ഉണ്ട്, അല്ലെങ്കിൽ ടോപ്പ് പ്രിഡേറ്റേഴ്സ് ഉണ്ട്. അങ്ങനെ പല ലെവലിൽ ട്രോഫിക് ലെവൽസ് ഉണ്ട്. ആൻസർ ബി ആണ്. ഫോട്ടോസിന്തസിസ് പ്ലാന്റ്സിൽ ഉണ്ടാക്കുന്ന ഫുഡ് ഉണ്ടാക്കുന്ന പ്രോസസ്സിന് ഫോട്ടോസിന്തസിസ് എന്ന് പറയുന്നത്. ഓസോൺ പ്രൊട്ടക്ട്സ്. ഓസോൺ നമ്മൾ എന്തിനു പ്രൊട്ടക്ട് ചെയ്യുന്ന? അൾട്രാവയലറ്റ് റേസിനെ പ്രൊട്ടക്ട് ചെയ്യുന്നു. ആൻസർ ബി ആണ്. അർബനൈസേഷൻ പ്രോസസ്. അർബനൈസേഷനിൽ എന്താണ് നഷ്ടം? അന്ന് പൊല്യൂഷൻ ഉണ്ടാക്കും. ആൻസർ ബി ആണ്. അർബനൈസേഷൻ കൂടുതൽ സിറ്റീസും ടൗൺസും ഡെവലപ്പ് ആകുമ്പോൾ അർബനൈസേഷൻ എന്ന് പറയും. ബയോഡൈവേഴ്സിറ്റി മീൻസ് പലതരത്തിലുള്ള സ്പീഷീസ് ഒന്നിച്ച് നിൽക്കുന്നതിനാണ് ബയോഡൈവേഴ്സിറ്റി എന്ന് പറയുന്നത്. ആൻസർ ബി ആണ്. വെറൈറ്റി. ഡെസേർട്ട് എക്കോസിസ്റ്റം ഡ്രൈ ആണ്, വെള്ളമില്ലാത്തൊരു എക്കോസിസ്റ്റമാണ്. റെയിൻഫോൾ കുറവാണ്. ആൻസർ ബി ആണ്. അക്വാറ്റിക് എക്കോസിസ്റ്റംസ് വെള്ളത്തിലുള്ള സിസ്റ്റത്തിനാണ് അക്വാറ്റിക് എന്ന് പറയുന്നത്. ആൻസർ ബി ആണ്. വാട്ടർ ബേസ്ഡ്. ഗ്രാസ് ലാൻഡ് സപ്പോർട്ട്സ്. ഗ്രാസ് ലാൻഡ് ഒരുപാട് ഉള്ള സ്ഥലങ്ങൾ എന്തിനെ സപ്പോർട്ട് ചെയ്യുന്നത്? ഗ്രേസിങ് അനിമൽസ്, ഗ്രാസ് കഴിക്കുന്ന അനിമൽസ് സപ്പോർട്ട് ചെയ്യും. ആൻസർ ബി ആണ്. ഹെർബിവോർസ്. കാർബൺ സൈക്കിൾ എന്താണ്? എനർജി സൈക്കിളാണ്. ന്യൂട്രിയൻ സൈക്കിളാണ്. ഫുഡ് വാട്ടറാണ്. അപ്പോൾ ആൻസർ ബി ആണ്. ന്യൂട്രിയൻ സൈക്കിൾ മീൻസ് അറ്റ്മോസ്ഫിയറിൽ നിന്ന് കാർബൺ ഡൈ ഓക്സൈഡ് പ്ലാന്റ്സ് എടുക്കും, പ്ലാന്റ്സിന് അനിമൽസ് കഴിക്കും, അനിമൽസ് ഡെത്ത് ആകുമ്പോൾ ഡീകമ്പോസ് ആകും, എന്നിട്ട് വീണ്ടും ഈ കാർബൺ ഡൈ ഓക്സൈഡ് വീണ്ടും അറ്റ്മോസ്ഫിയറിൽ. ഇതാണ് കാർബൺ ഡൈ ഓക്സൈഡ് സൈക്കിൾ. അപ്പോൾ ബേസിക്കലി അത് ന്യൂട്രിയൻ സൈക്കിളാണ്. ആൻസർ ബി ആണ്. സോയിൽ എറോഷൻ. ലോസ് ഓഫ് സോയിൽ ഒലിച്ചു പോകുന്നതിനാണ് സോയിൽ എറോഷൻ എന്ന് പറയുന്നത്. ആൻസർ ബി ആണ്. ഓവർ പോപ്പുലേഷൻ കൂടിക്കഴിഞ്ഞാൽ റിസോഴ്സ് കുറഞ്ഞു വരും. ഡിപ്ലീഷൻ. ആൻസർ ബി ആണ്. റിസോഴ്സ് ഡിപ്ലീഷൻ. ഡിമാൻഡ് കൂടുന്നതോറും റിസോഴ്സ് കുറഞ്ഞു വരും. എൻവയോൺമെൻറ്റ് സ്റ്റഡിയുടെ ഉദ്ദേശം എന്താണ്? എൻവയോൺമെൻറ്റ് സ്റ്റഡി ചെയ്യുമ്പോൾ അവയർനെസ് കൂടും, അതുപോലെ എൻവയോൺമെൻറ്റിനെ പ്രൊട്ടക്ട് ചെയ്യാനുള്ള താല്പര്യം കൂടും. ആൻസർ ബി ആണ്. പ്രൊട്ടക്ട്. എനർജി ഫ്ലോ എന്ന് പറയുമ്പോൾ അത് വൺ വേ ആണ്. പല ട്രോഫിക് ലെവൽസിൽ നിന്ന് ഇത് ട്രാൻസ്ഫർ ചെയ്ത് പോവുകയാണ്. പ്ലാന്റ്സിൽ നിന്ന് അനിമൽസ് അങ്ങനെ ട്രാൻസ്ഫർ ചെയ്ത് പോകുന്നു. അപ്പോൾ യൂണിറ്റ് ഡയറക്ഷനിലാണ്. ആൻസർ ബി ആണ്. ഫുഡ് ചെയിൻ സ്റ്റാർട്ട്. ഫുഡ് ചെയിൻ തുടങ്ങുന്നത് എവിടെ നിന്നാണ്? പ്ലാന്റ്സിൽ നിന്നാണ് തുടങ്ങുന്നത്. പ്ലാന്റ്സിൽ നിന്ന് അനിമൽസിലേക്ക് പോകും. അപ്പോൾ ആൻസർ ബി ആണ്. എക്കോസിസ്റ്റം എക്സാമ്പിൾ എന്താണ്? ഒരു ഫോറസ്റ്റ് ആണ്. ഫോറസ്റ്റിനകത്ത് എല്ലാ തരത്തിലും ജീവികൾ ഒന്നിച്ച്
സർവൈവ് ചെയ്യുന്നു, അതിനാണ് എക്കോസിസ്റ്റം എന്ന് പറയുന്നത്. ആൻസർ എ ആണ്, നാച്ചുറൽ സിസ്റ്റം. മാൻ എൻവയോൺമെൻറ്റ് റിലേഷൻ, മാൻ എൻവയോൺമെൻറ്റ് തമ്മിലുള്ള റിലേഷൻ എങ്ങനെയാണ്? ഇപ്പോഴത്തെ കണ്ടീഷനിൽ അത് ഡിസ്റ്റർബ്ഡ് ആണ്. ആൻസർ ബി ആണ്. എയർ പൊല്യൂഷൻ ഹാംഫുൾ ആണ്. ആൻസർ ബി ആണ്. വാട്ടർ സൈക്കിൾ എന്ന് പറയുമ്പോൾ ഹൈഡ്രോളജിക്കൽ സൈക്കിളാണ്. വെള്ളത്തിൻ്റെ മൂവ്മെൻ്റ് ആണ്. വെള്ളത്തിൽ നിന്ന് ആകാശത്തേക്ക് പോകുന്നു, ക്ലൗഡ്സ് ആവുന്നു, റെയിൻ വരുന്നു, റെയിനിൽ തിരിച്ച് ഭൂമിയിലേക്ക് വരുന്നു. ഇങ്ങനെ ഈ സൈക്കിളിലാണ് വാട്ടർ സൈക്കിൾ എന്ന് പറയുന്നത്. ബി ആണ് ആൻസർ. നാച്ചുറൽ റിസോഴ്സസ്, നാച്ചുറൽ ആയിട്ടുള്ള മെറ്റീരിയൽസ് ആണ് നാച്ചുറൽ റിസോഴ്സ്. അപ്പോൾ ഇതിനകത്ത് ആൻസർ ബി ആണ്, കോൾ. എൻവിറോൺമെൻറ്റൽ ബാലൻസ്, എന്തിനാണ് ബാലൻസ് വേണ്ടുന്നത്? എക്കോസിസ്റ്റത്തിന് സ്റ്റേബിളായിട്ട് മെയിൻറ്റെയിൻ ചെയ്യാൻ വേണ്ടി എൻവിറോൺമെൻറ്റ് ബാലൻസ് വേണം. ആൻസർ എ ആണ്, സ്റ്റെബിലിറ്റി. ഫുഡ് വെബ് അഡ്വാൻറ്റേജ്, ഫുഡ് വെബ് അഡ്വാൻറ്റേജ് പല ഫുഡ് ചെയിൻ്റെ തമ്മിലുള്ള കണക്ഷനാണ് ഫുഡ് വെബ് എന്ന് പറയുന്നത്. അപ്പോൾ ഇതാകുമ്പോൾ തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും കണക്റ്റഡ് ആണെങ്കിൽ അത് സ്റ്റേബിളായിട്ട് നിൽക്കും. അപ്പോൾ ഫുഡ് വെബ് ഇസ് എ നെറ്റ്വർക്ക് ഓഫ് ഇന്റർകണക്റ്റഡ് ഫുഡ് ചെയിൻ ഷോയിങ് മൾട്ടിപ്പിൾ ഫീഡിംഗ് റിലേഷൻഷിപ്പ് ഇൻ എക്കോസിസ്റ്റം. പിന്നെ ആൻസർ എ ആണ്, സ്റ്റെബിലിറ്റി. ഡീകമ്പോസിഷൻ മീൻസ് ബ്രേക്ക് ഡൗൺ ആണ്. അത് ഡെഡായിട്ടുള്ള മെറ്റീരിയലിനെ നശിപ്പിച്ച് അതിനെ തിരിച്ച് അറ്റ്മോസ്ഫിയറിൽ അതിൻ്റെ കോൺസ്റ്റിറ്റ്യൂൻസ് അറ്റ്മോസ്ഫിയറിൽ തിരിച്ച് വിടുന്നതിനാണ് ഡീകമ്പോസിഷൻ എന്ന് പറയുന്നത്. ആൻസർ ബി ആണ്, ബ്രേക്ക് ഡൗൺ. ക്ലൈമറ്റ് ചേഞ്ച് ആൻസർ ബി ആണ്, വേരിയേഷൻ, മാറ്റങ്ങൾ വരുന്നതിനാണ് ക്ലൈമറ്റ് ചേഞ്ച് എന്ന് പറയുന്നത്. ആൻസർ ബി ആണ്. എക്കോളജിക്കൽ പിരമിഡ് എന്ന് പറയുമ്പോൾ പല ലെവലിലുള്ള എനർജി ലെവൽസിനാണ് എക്കോളജിക്കൽ പിരമിഡ് എന്ന് പറയുന്നത്. പല ട്രോഫിക് ലെവൽസ് ഉണ്ട്. ആൻസർ ബി ആണ്. ഇനി എസ് എ ക്വസ്റ്റ്യൻസിന് നോക്കിയിട്ട് നിങ്ങൾ സ്റ്റഡി മെറ്റീരിയലിൽ നിന്ന് എസ് എ ക്വസ്റ്റ്യൻ്റെ ആൻസേഴ്സ് പ്രിപ്പയർ ചെയ്യുക, എന്നിട്ട് അത് റിവൈസ് ചെയ്താൽ മതി. ഓക്കെ, താങ്ക് യു വെരി മച്ച്. അപ്പം സബ്സ്ക്രൈബ് ചെയ്ത് ബെല്ലൈക്കോൺ പ്രസ് ചെയ്തത്, കാരണം ഞാൻ ലിങ്ക് ചിലപ്പോൾ ഇടാൻ വിട്ടുപോകും. അപ്പോൾ പുതിയ വീഡിയോസ് അപ്ലോഡ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ഇൻഫർമേഷൻ കിട്ടുന്നതായിരിക്കും. ഓക്കെ, താങ്ക് യു വെരി മച്ച്.